ജനറൽ കോച്ചുകളിലെ യാത്രയ്ക്ക് ടിക്കറ്റ് മുൻകൂട്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ഇൻവോയ്സ് ബിൽ ടിക്കറ്റാണെന്ന് തെറ്റിദ്ധരിച്ചുള്ള സംഭവങ്ങൾ കൂടുന്നു. ടിക്കറ്റിന്റെ തുക റീഇംബേഴ്സ് ചെയ്തു കിട്ടാൻ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനമാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. തീവണ്ടി യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും അടുത്തിടെ റെയിൽ വൺ എന്ന ഒരു ആപ്പിലേക്ക് മാറ്റിയിരുന്നു. ഇതിന്റെ ഭാഗമായി മുൻപ് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്ന അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം UTS എന്ന മൊബൈൽ ആപ്പിന്റെ സേവനവും റെയിൽ വണ്ണിലേക്ക് മാറ്റിയതോടെയാണ് ഇൻവോയ്സ് കാണിക്കുന്നതിന്റെ പേരിൽ യാത്രക്കാരും TTEമാരും തമ്മിലുള്ള തർക്കം പതിവായത്. അൺറിസർവ്ഡ് ടിക്കറ്റ് ആപ്പിലെടുത്ത ശേഷം അത് സ്ലീപ്പറിലേക്കോ AC-യിലേക്കോ മാറ്റാൻ TTEയെ സമീപിക്കുന്നവരിൽ പലരും കാണിക്കുന്നത് ഇൻവോയ്സ് ആണ്. ഇത് പോരെന്ന് TTE പറയുമ്പോഴാണ് ടിക്കറ്റ് വേറൊരാളാണ് എടുത്തതെന്നും അവർ അയച്ചു തന്നതാണെന്നുമുള്ള കാര്യങ്ങൾ യാത്രക്കാർ പറയുക. ഇതല്ല ടിക്കറ്റെന്ന് TTEമാർ പറഞ്ഞു മനസ്സിലാക്കുന്നതിനൊപ്പം പിഴയും ഈടാക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് നിലവിൽ. ഇത് യാത്രാ ടിക്കറ്റ് അല്ലെന്ന് ഇൻവോയ്സിൽ താഴെ എഴുതിയിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും അത് വായിച്ചു നോക്കാതെയാണ് എത്തുന്നത്. മുൻപുണ്ടായിരുന്ന UTS ആപ്പിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇത്തരത്തിൽ ഇൻവോയ്സ് ലഭിച്ചിരുന്നില്ല. റെയിൽ വൺ നടപ്പാക്കിയ ഇൻവോയ്സ് സംവിധാനം ടിക്കറ്റാണെന്ന ധാരണയാണ് പ്രശ്നമാകുന്നത്. റെയിൽ വണ്ണിൽ എടുക്കുന്ന ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടും എടുക്കാൻ കഴിയില്ല. എന്നാൽ ഇതിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ഷെയറിംഗ് ഓപ്ഷൻ വരും. അത് ടിക്കറ്റ് ഷെയർ ചെയ്യാനുള്ളതാണെന്ന് ധരിക്കുന്നതാണ് അബദ്ധമാകുന്നത്. റെയിൽ വൺ ആപ്പിൽ പേപ്പർലെസ് ടിക്കറ്റിനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ.